ഗുഡ് മോർണിംഗ് അനിറ്റ്. ഗുഡ് മോർണിംഗ്. അപ്പൊ നമുക്ക് നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഇന്ന് നമ്മൾ നോക്കുന്നത് നൗൺസ് ആണ്. ഓക്കെ, നൗൺസ് ആണ്. നൗൺസ് നമ്മൾ ഒരു ക്ലാസ്, അതായത് നമ്മുടെ ഫസ്റ്റ് സെഷൻ, ഇംഗ്ലീഷിന്റെ ഫസ്റ്റ് സെഷൻ പാർട്സ് ഓഫ് സ്പീച്ച് നമ്മൾ നോക്കിയപ്പോൾ നമ്മൾ കുറച്ച് അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കണ്ടു. അതായത് പാർട്സ് ഓഫ് സ്പീച്ചിൽ എന്താണ് നൗൺ എന്ന് കണ്ടു. ക്ലാസ്സസ് കണ്ടിട്ടില്ലാത്തവർക്കൊക്കെ ആയിട്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എടുക്കുന്നുണ്ട്. നൗണ്, നൗണിന്റെ ക്ലാസിഫിക്കേഷൻ, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇന്നത്തെ ഈ ഒരു സെഷനിൽ ചെയ്യുന്നത്. നൗൺ എളുപ്പമാണ്, വളരെ എളുപ്പമുള്ള ഒരു ടോപ്പിക്കാണ് നൗണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഏതായാലും നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. യെസ്, ഇപ്പൊ നമുക്ക് ഏതായാലും നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ ആദ്യം നമുക്ക് നോക്കാം നൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നൗൺ എന്താണെന്ന് ചെറുതായിട്ട് നോക്കിയായിരുന്നു, ഡെഫിനിഷൻ ഒക്കെ നോക്കിയായിരുന്നു. പക്ഷെ കൂടുതൽ ക്ലാസിഫിക്കേഷൻ അങ്ങനെ നമ്മൾ നോക്കിയിട്ടില്ല. അപ്പൊ നൗൺ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ആദ്യം നോക്കുന്നതാണ്. നൗണിന്റെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണ്. ഈ പാർട്സ് ഓഫ് സ്പീച്ച് കണ്ടവർക്ക് ഈ ഒരു പാർട്ടും ചിലപ്പം റെപ്പറ്റീഷൻ ആയിരിക്കും, പക്ഷെ കുഴപ്പമില്ല, നമുക്കൊരു റിവിഷൻ പോലെ തന്നെ നോക്കാം. ഓക്കെ, സോ എന്താണ് നൗൺ? വാട്ട് ഈസ് എ നൗൺ? നമുക്ക് ഡെഫിനിഷൻ നോക്കാം. എ നൗൺ ഈസ് എ നെയിമിംഗ് വേർഡ്. നൗൺ എന്ന് പറഞ്ഞാൽ അതൊരു നെയിമിംഗ് വേർഡ് ആണ്. നെയിമിംഗ് വേർഡ് എന്ന് പറഞ്ഞാൽ എന്തിന്റെങ്കിലും നെയിം ആണ്, അല്ലെങ്കിൽ പേരാണ്. ഓക്കെ, ഇപ്പൊ നമ്മുടെ പേര്, നമ്മുടെ നിഹാരിക എന്ന് പറയുന്ന പേര്, അല്ലെങ്കിൽ ജോബൽ എന്ന് പറയുന്ന പേര്, അഡിറ്റ്, നമ്മുടെ എല്ലാവരുടെയും പേര് ഒരു നൗൺ ആണ്. അപ്പൊ നമ്മുടെ എല്ലാവരുടെയും പേര് ഒരു നൗൺ ആണ്. നൗണിന് എക്സാമ്പിൾ ആണ് നമ്മുടെ എല്ലാവരുടെയും പേരെന്ന് പറഞ്ഞു. എല്ലാവരുടെയും പേര് നൗണിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇനി ആളുകളുടെ പേര്, അതുപോലെ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ വേണ്ടതെന്ന് നമുക്ക് നോക്കാം. പേര് മാത്രമാണോ, വേറെ എന്തെങ്കിലും കൂടെ ഉണ്ടോ, അതൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഓക്കെ, യെസ്. അപ്പൊ എന്തിന്റെയൊക്കെ പേരുകളാണ് നോക്കാം. പീപ്പിൾ, ആളുകളുടെ പേരുണ്ട്. പ്ലേസസ്, സ്ഥലങ്ങളുടെ പേര്. തിങ്സ്, ഒബ്ജക്ട്സിന്റെ പേര് വരും. ആനിമൽസ്, അതുപോലെ ഐഡിയസ്. ഇത്രയും കാര്യങ്ങളുടെ പേരാണ് നൗൺ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളുടെ ഒരു നെയിം ആണ്, അല്ലെങ്കിൽ പേരാണ് നൗൺ. നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ആളുകളുടെ പേര്, ഇപ്പൊ നമ്മുടെ എല്ലാവരുടെയും പേര് ഒരു നൗൺ ആണ്. ഓക്കെ, എല്ലാവരുടെയും പേര് നൗൺ ആണ്. ഇപ്പൊ രേഷ്മ, അല്ലെങ്കിൽ ജോബൽ, നിഹാരിക, ശ്രീജ, അരിത്, ഇതെല്ലാം എന്താണ്? നൗൺ ആണ്. നമ്മുടെ എല്ലാവരുടെയും പേര് ഒരു നൗൺ ആണ്. ഓക്കെ, നമ്മുടെ ഫ്രണ്ട്സിന്റെ പേര്, എല്ലാവരുടെയും പേര് ഒരു നൗൺ ആണ്. ഇനി അതിൽ തന്നെ ഒരു കാര്യം കൂടെ ഞാൻ മിസ് പറയാതെ, അതായത് ഇപ്പൊ ഞാൻ പറയണം എന്റെ പേര് റീബ. റീബ എന്ന് പറയുന്നത് നൗൺ ആണ്. ടീച്ചർ എന്ന് പറയുന്നത് നൗൺ ആണ്. ഇപ്പൊ നിങ്ങള് ഇപ്പോ നമ്മൾ പറയാണ് ജെയിൻ. ജെയിൻ എന്ന് പറയുന്നതും നൗൺ ആണ്. ഗേൾ എന്ന് പറയുന്നതും നൗൺ ആണ്. ഓക്കെ, അതുപോലെ ഇപ്പൊ ഞാൻ പറയാണ് നിഹാരിക. നിഹാരിക എന്ന് പറയുന്നത് നൗൺ ആണ്. സ്റ്റുഡന്റ് എന്ന് പറയുന്നതും നൗൺ ആണ്. അപ്പോ നൗൺ എന്ന് പറഞ്ഞാൽ ഒരു ആളെ വിശേഷിപ്പിക്കാനായിട്ട്, അല്ലെങ്കിൽ ഒരാളെ പറയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടേംസ് എല്ലാം നൗൺ ആണ്. ഇപ്പൊ ഞാൻ ഒരാളെ കുട്ടി എന്ന് വിളിച്ചു, കുട്ടി എന്ന് പറയുന്നത് നൗൺ ആണ്. മോളെ എന്ന് വിളിച്ചു, മോളെ എന്ന് പറയുന്നത് നൗൺ ആണ്. അമ്മ എന്ന് പറയുന്നത് നൗൺ ആണ്. ഇതൊക്കെ നൗൺ ആണ്. അപ്പൊ നമ്മൾ ഒരാളെ വിശേഷിപ്പിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ടേംസ് എല്ലാം തന്നെ എന്താണ്? അതെല്ലാം നൗൺ ആണ്. കണ്ടോ, ടീച്ചർ, ഡോക്ടർ, രവി, ഇതെല്ലാം നൗൺ ആണ്. ദെൻ പ്ലേസസ്, നമ്മുടെ വീടിരിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, അതിനൊരു പേര് കാണും. അതെല്ലാം എന്താണ്? ഇതെല്ലാം നൗൺ ആണ്. നമ്മുടെ വീടിരിക്കുന്ന സ്ഥലം, ഞാനിപ്പം നമ്മുടെ കൺട്രിയുടെ പേര് പറയുന്നു ഇന്ത്യ, അല്ലെങ്കിൽ വേറെ സ്ഥലങ്ങൾ പറയുന്നു കേരള, ജമ്മു, ഗോവ, ഇങ്ങനത്തെ സ്ഥലങ്ങളുടെ എല്ലാം പേരുകൾ എന്താണ്? നൗൺ ആണ്. ഓക്കെ, നമ്മുടെ സ്ഥലങ്ങളുടെ പേരെല്ലാം നൗൺ ആണ്. ദെൻ നമ്മൾ നോക്കുകയാണ് യൂറോപ്പ്, നമ്മൾ പറയാം ജർമ്മനി, ബെൽജിയം, അമേരിക്ക, ദുബായ്, ഇതെല്ലാം എന്താണ്? നൗൺസ് ആണ്. അപ്പൊ നൗണിന്റെ പേരാണ് ഈ പറയുന്നതെല്ലാം, അല്ലെങ്കിൽ നൗൺ ആണ്. എല്ലാ സ്ഥലങ്ങളും നൗൺ ആണ്. സിറ്റി, പാർക്ക്, പാർക്ക് എന്ന് പറയുന്ന ഒരു പ്ലേസ് ആണ് അല്ലേ, അപ്പൊ അതും എന്താണ്? നൗൺ ആണ്. ഞാനിപ്പോ കൺട്രി എന്ന് പറഞ്ഞാലും, അല്ലെങ്കിൽ വെറുതെ കൺട്രി എന്ന് പറഞ്ഞാലും, ഇന്ത്യ എന്ന് പറഞ്ഞാലും, ഇത് രണ്ടും നൗൺ ആണ്. വെറുതെ ഇപ്പൊ കൺട്രി എന്ന് പറഞ്ഞാൽ അത് നൗൺ ആണ്. ഇന്ത്യ എന്ന് കൺട്രിയുടെ പേര് പറയുന്നുണ്ടെങ്കിൽ അതും നൗൺ ആണ്. ആ ഒരു ഡിഫറൻസ്
മനസ്സിലാക്കുക കേട്ടോ. ദെൻ തിങ്സ്, ഒബ്ജക്ട്സ് നമുക്ക് നോക്കാം. തിങ്സ് അതായത് നമ്മുടെ ചുറ്റും ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് കണ്ണോടിച്ചാല് ഒരുപാട് നൗൺസ് കാണും. ഇപ്പൊ നമ്മൾ ക്ലാസ് കൂടുന്നത് ചിലർ മൊബൈലിലായിരിക്കും, ചിലർ ലാപ്ടോപ്പിലായിരിക്കും, ചിലർ കമ്പ്യൂട്ടറിലായിരിക്കും, അല്ലെങ്കിൽ ടാബിലായിരിക്കും, പല പല ഡിവൈസസ് ഉണ്ട് അല്ലെ. ഇതെല്ലാം എന്താണ്? നൗൺ ആണ്. ഈ പറയുന്ന ഡിവൈസ് എല്ലാം നൗൺ ആണ്. അപ്പോ ഒബ്ജക്ട്സ് നമ്മൾ പറയാണ് നമ്മുടെ ചുറ്റും പറയുന്ന പോലെ ഒരു ബുക്ക് ഉണ്ടാവും, നമ്മുടെ ഒരു പെൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു വാട്ടർ ബോട്ടിൽ അടുത്തുണ്ടാവും, ഒരു വാച്ച് ഉണ്ടാകും, അല്ലെങ്കിൽ സ്പെക്ടിക്കിൾസ് കാണും. ഇതെല്ലാം നൗൺ ആണ്. ഇതെല്ലാം ഒരു നൗൺ ആയിരിക്കും. ഓക്കെ, നമ്മുടെ പെൻ അല്ലെങ്കിൽ നമ്മളുടെ ടി വി ഉണ്ട്, ടി വി ഒരു നൗൺ ആണ്. ചുറ്റും ഒന്ന് റൂമിൽ നോക്കിക്ക് എത്ര നൗൺസ് കാണാൻ പറ്റുന്ന. ചിലപ്പോൾ ഒരു ക്ലോക്ക് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു പെൻ, അല്ലെങ്കിൽ നമ്മുടെ സ്ലിപ്പേഴ്സ് കാണും. ഇതൊക്കെ എന്താണ്? നൗൺ ആണ്. ഒരു ചെയർ ഉണ്ടായിരിക്കും, ടേബിൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള പെർഫ്യൂം, ഇതെല്ലാം എന്താണ്? നൗൺ ആണ്. ഇതെല്ലാം നൗൺ ആണ്. ഓക്കെ, നമുക്ക് നോക്കാം ആനിമൽസ്. ഈ ആനിമൽസിന്റെ കാറ്റഗറിയിലാണ് ബേർഡ്സ് വരുന്നത്, അക്വാട്ടിക് ആനിമൽസ് വരുന്നത്, ഫ്ലൈസ്. ഇതെല്ലാം ആനിമൽ എന്ന് പറയുന്ന ഒറ്റ കാറ്റഗറി. നമ്മളിപ്പോ വിചാരിക്കരുത് ബേർഡ്സ് ഇല്ലേ, ബേർഡ്സും എല്ലാം ഈ ആനിമൽ ഒറ്റ കാറ്റഗറിയിലാണ് വരുന്നത്. ഓക്കെ, ഇപ്പൊ ഞാൻ കൊടുക്കുകയാണ് ഫിഷ്. ഫിഷ് എന്ന് പറയാണ്, അത് നൗൺ ആണ്. ഫ്രോഗ്, ക്രോ, ഇതെല്ലാം നൗണിന് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, ഐഡിയാസ് ഓർ ഫീലിങ്സ്. സാധാരണ നമ്മൾ നൗണിനെ പറ്റി പറയുമ്പോൾ ഈ ആദ്യത്തെ 4 കേസുകളാണ് പറയുന്നത്. നൗൺ എന്ന് പറഞ്ഞാൽ നെയിം ആണ്, അല്ലെങ്കിൽ ഡെഫിനിങ് വേർഡ് ആണ്. പീപ്പിൾ, പ്ലേസ്, തിങ്സ്, ആനിമൽസ് ഇവരുടെയൊക്കെ പേരാണെന്നാണ് പറയുക. പക്ഷെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണ്. അപ്പൊ നൗൺ എന്ന് പറഞ്ഞാൽ ആളുകളുടെ പേര് വരും, വസ്തുക്കളുടെ പേര് പറയും, ഒബ്ജക്ട്സിന്റെ പേര് പറയും, അതുപോലെ ആനിമൽസിന്റെ പേര് പറയും. അതിന്റെ കൂടെ വരുന്നതാണ് ഐഡിയാസ് അല്ലെങ്കിൽ ഫീലിങ്സ്, അതായത് തോട്ട്സ്. നമ്മളിപ്പോ ഒരാളുടെ ഒരു ക്വാളിറ്റി പറയുവാണ്, അയാൾ കൊള്ളാം, അല്ലെങ്കിൽ അയാള് വളരെ പങ്ക്ച്വൽ ആണ്, അല്ലെങ്കിൽ അയാൾ വളരെ സിൻസിയർ ആണ്. അങ്ങനെ ഒരാളുടെ ക്വാളിറ്റി പറയുന്നു. ആ ക്വാളിറ്റീസ് ഒക്കെ നൗൺ ആണ്. നമ്മൾ നൗൺ ആയിട്ടാണ് ആ ക്വാളിറ്റീസ് എല്ലാം തന്നെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സോ ഒരാളുടെ ക്വാളിറ്റി പറയുന്നു, ആ ക്വാളിറ്റി പറയുന്നത് നൗൺ ആണ്. ഓക്കെ അല്ലേ? ഒരാളുടെ ക്വാളിറ്റി നമ്മൾ പറയാണ്, ആ ഒരു ക്വാളിറ്റി. ആൻഡ് ഐഡിയാസ്, നമുക്ക് വരുന്ന ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു ഫീലിംഗ്, ഒരു ഇമോഷൻ. ഇപ്പൊ ഞാൻ പറയാണ് ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് വളരെ മനോഹരമാണെന്ന് പറയാണ്. ഈ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റുമോ? ഈ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്ന കാര്യം നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല. ഇനി ഈ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്ന കാര്യം നമുക്കത് ഫീൽ ചെയ്യാനായിട്ട് പറ്റുമോ? ആ, ചൈൽഡ്ഹുഡ് എന്ന് നമ്മൾ പറയുന്നു, യെസ്, ചൈൽഡ്ഹുഡ് എന്ന് നമ്മൾ പറയുന്നു, പക്ഷെ നമുക്കത് ഫീൽ ചെയ്യാനായിട്ട് പറ്റില്ല അല്ലെ? യെസ്, ഈ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് നമുക്കത് ടച്ച് ചെയ്യാനോ, അല്ലെങ്കിൽ നമുക്കത് എടുത്തുകൊണ്ട് പോകാനോ, ഒരു ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യാനോ ഒന്നും പറ്റുന്നതല്ല ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്. സോ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് അതൊരു ഒരു എന്താ പറയാ, ഒരു ഫീലിംഗ് എന്ന് നമുക്ക് പറയാം. നമുക്കത് ഫീൽ ചെയ്യാനല്ല, ഫീലിംഗ് അല്ല, അത് നമുക്ക് കാണാനോ എടുക്കാനോ ഒന്നും പറ്റില്ല. ഒരു അബ്സ്ട്രാക്ട് ആയിട്ടുള്ള ഒരു നൗൺ ആണ്. അങ്ങനെ അബ്സ്ട്രാക്ട് നൗൺ ആണ് നമ്മൾ എന്ത് പറയുന്നത്? യെസ്, അബ്സ്ട്രാക്ട് നൗൺ ആണ് നമ്മള് യെസ് അബ്സ്ട്രാക്ട് നൗൺ, അല്ലെങ്കിൽ അബ്സ്ട്രാക്ട് ആയിട്ടൊരു ക്വാളിറ്റി ആണ്. അബ്സ്ട്രാക്ട് ആയിട്ട്, അതായത് ഈ ഒരു കാറ്റഗറിയിൽ ഐഡിയാസ്, ഫീലിങ്സ് എന്ന് പറയുമ്പോൾ പറയുകയാണ് ലവ്. ഞാൻ പറയണേ ഐ ലവ് യു എന്ന് പറയണം. പക്ഷെ ഈ ലവ് എന്ന് പറയുന്ന കാര്യം നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ എടുക്കാൻ പറ്റുമോ? ഇല്ല. അല്ലെങ്കിൽ ടച്ച് ചെയ്യാനോ ഫീൽ ചെയ്യാനോ ഒക്കെ പറ്റുമോ? ഇല്ല. സോ ലവ് എന്ന് പറയുന്നത് നമുക്ക് അവിടെ ടച്ച് ചെയ്യാനോ ഫീൽ ചെയ്യാനോ, അല്ലെങ്കിൽ അത് എടുക്കാനോ, ഒരു ഷോപ്പിൽ പോയി പർച്ചേസ് ചെയ്യാനോ ഒന്നും പറ്റില്ല അല്ലെ? സോ അതൊരു ഈ പറയുന്ന ഒരു ഹാപ്പിനെസ്, ഒരു സ്റ്റേറ്റ് ആണ്. ഇതൊക്കെ ഒരു സ്റ്റേറ്റ് ആണ്. വേർബായിട്ടല്ല നമ്മൾ ഇതൊന്നും കൺസിഡർ ചെയ്യുന്നത്. അതെല്ലാം ഒരു സ്റ്റേറ്റ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? യെസ്, നമുക്ക് നോക്കാം അടുത്തത്. ഇപ്പോ ലവ്, ഹാപ്പിനെസ്, ഫ്രീഡം ഇതൊക്കെ നൗൺ ആണ് എന്നൊന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ആൻഡ് നമുക്ക് ഈ ഒരു നൗണിനെ ബേസ് ചെയ്തിട്ട് ചെറിയൊരു എക്സസൈസ് ചെയ്യാം. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഓക്കെ ആണോ എന്ന് പറയണേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്ന് നോക്കിയിട്ട് പറയണേ. നമ്മളിപ്പോ പഠിച്ച ഈ നൗണ് എന്താണ് എന്നൊരു കാര്യം. അപ്പോ ഇതുമായി റിലേറ്റഡ് ആയിട്ട് നമുക്കൊരു ചെറിയൊരു സെഷൻ ചെയ്യാം. 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ നൗൺസ്, ഈ സെന്റൻസിൽ ഓരോ സെന്റൻസും ചിലപ്പം
ചില സെന്റൻസിൽ ഒരു നൗൺ കാണും, ചിലർ 2 നൗൺ കാണും, ചിലപ്പോൾ നൗണേയും കാണില്ല. അപ്പൊ എന്തെങ്കിലും നൗൺ ഒരു സെന്റൻസിൽ ഉണ്ടോ? ഒന്നുണ്ടാകാം, ഒന്നിൽ കൂടുതൽ ഉണ്ടാകാം, അല്ലെങ്കിൽ എത്ര നൗൺസ് ഉണ്ടോ ആ നൗൺസ് നമ്മൾ അണ്ടർലൈൻ ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ പറയും, ഞാൻ അണ്ടർലൈൻ ചെയ്യാം. ആദ്യത്തെ സെന്റൻസിൽ ഏതൊക്കെയാണ് നൗൺസ് ഉള്ളതെന്ന് നോക്കിക്കേ. ഫസ്റ്റ് സെന്റൻസിൽ ഏതൊക്കെയാണ് നൗൺസ്? The dog chased the cat up the tree. ഏതൊക്കെയാണ് നൗൺസ് നോക്കിക്കേ. The dog chased the cat up the tree. The dog chased the cat up the tree. ഏതൊക്കെയാണ് നൗൺസ്? ഡോഗ് എന്ന് പറയുന്ന നൗൺ, കാറ്റ് എന്ന് പറയുന്ന നൗൺ, ട്രീ എന്ന് പറയുന്നതും നൗൺ അല്ലേ? മൂന്നും അല്ലേ നൗണ്? യെസ്, കറക്റ്റ് ആണ്. ആദിത് കറക്റ്റ് ആണ്. നിഹാരിക യെസ് കറക്റ്റ് ആണ്. ജോബൽ എല്ലാവരുടെയും കറക്റ്റ് ആണ്. ട്രീ എന്ന് പറയുന്നതും നൗൺ ആണ് കേട്ടോ. ഓക്കെ, അത് മൂന്നും നൗൺ ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്ത രണ്ടാമത്തെ സെന്റൻസ് നമുക്ക് നോക്കാം. രവി ആൻഡ് പ്രിയ വിസിറ്റഡ് ദ മ്യൂസിയം ഇൻ ഡൽഹി. രവി ആൻഡ് പ്രിയ വിസിറ്റഡ് ദ മ്യൂസിയം ഇൻ ഡൽഹി. രവി ആൻഡ് പ്രിയ വിസിറ്റഡ് ദ മ്യൂസിയം ഇൻ ഡൽഹി. ഇവിടെ ഏതൊക്കെയാണ് നൗൺസ്? രവി എന്ന് പറയുന്ന നൗണ്, പ്രിയ എന്ന് പറയുന്ന നൗണ്, ആളുകളുടെ പേര് അല്ലേ? ദെൻ മ്യൂസിയം, ഒരു സ്ഥലമല്ലേ? മ്യൂസിയം ഒരു പ്ലേസ് അല്ലേ? സോ മ്യൂസിയം എന്ന് പറയുന്ന നൗണ്, ഡൽഹി എന്ന് പറയുന്നതും നൗണ്. അപ്പൊ ഈ സെന്റൻസിൽ 4 നൗൺസ് ആണ് നമുക്കുള്ളത്. ഒരു സെന്റൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 4 നൗൺസ് ആണ് കാണാൻ പറ്റുന്നത്. ഓക്കെ, 4 നൗൺസ് ആണ്. യെസ് കറക്റ്റ് ആണ്. മ്യൂസിയം അതെ കേട്ടോ, മ്യൂസിയം. നിഹാരിക മ്യൂസിയം അതെ, ബാക്കിയെല്ലാം കറക്റ്റ് ആണ്. യെസ് കറക്റ്റ് ആണ് കേട്ടോ. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ബാക്കിയുള്ളവരൊക്കെ ഐഡന്റിഫൈ ചെയ്യാം, പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്യാം കേട്ടോ. യെസ്, അടുത്തത് മൂന്നാമത്തെ സെന്റൻസ്. Honesty is the best policy. Honesty is the best policy. ഇതിൽ ഏതൊക്കെയാണ് നൗൺസ്? ഓണസ്റ്റി എന്ന് പറയുന്നത് നൗൺ ആണ്, പോളിസി എന്ന് പറയുന്നതും നൗൺ ആണ്. ഓക്കെ, ഓണസ്റ്റി ആൻഡ് പോളിസി 2 നൗൺസ് ആണ് അവിടെ ഉള്ളത്. And moving to the 4th sentence, my grandmother told us an interesting story. My grandmother told us an interesting story. My grandmother told us an interesting story. ഇതിൽ ഏതൊക്കെയാണ് നൗൺസ്? 4ാമത്തെ സെന്റൻസ് നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെയാണ് നൗൺസ്? യെസ്, grandmother and story. സ്റ്റോറി എന്ന് പറയുന്നതും നൗൺ ആണ്. ഓക്കെ, ദെൻ 5ാമത്തേത് ഈ സെന്റൻസ് നോക്കാം. The team won the championship with great enthusiasm. The team won the championship with great enthusiasm. ഇതിൽ ഏതൊക്കെയാണ് നൗണ്? ടീം എന്ന് പറയുന്ന നൗൺ ആണ്. ദെൻ ചാമ്പ്യൻഷിപ്പ് എന്ന് പറയുന്ന നൗൺ ആണ്. enthusiasm എന്ന് പറയുന്നതും നൗൺ ആണ്. ഓക്കെ, 3 നൗൺസ് ആണുള്ളത്. നമ്മുടെ ലാസ്റ്റ് കാറ്റഗറി ആണ്. നമ്മൾ പറഞ്ഞു ഐഡിയാസ് അല്ലെങ്കിൽ തോട്ട്സ്, ഫീലിങ്സ്, ഇതൊക്കെ നൗൺ ആണെന്ന് പറഞ്ഞു. ആ ഒരു കാറ്റഗറിയിലാണ് ഈ ചാമ്പ്യൻഷിപ്പ്, enthusiasm ഒക്കെ വരുന്നത്. ഓക്കെ, യെസ്. അപ്പൊ ഈ ലാസ്റ്റ് സെന്റൻസിൽ 3 നൗൺസ് ഉണ്ടായിരുന്നു. ഓക്കെ, കറക്റ്റ് ആണ്. ഡൗട്ട് ഉള്ളത് ചോദിച്ചോ കേട്ടോ. ഏതെങ്കിലും അതെന്തുകൊണ്ടാണ് നൗൺ ആയിട്ട് വന്ന്, അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു പോവുക. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസിഫിക്കേഷനിലേക്ക് പോകാം. ക്ലാസിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്താലോ? യെസ് കറക്റ്റ് ആണ് കേട്ടോ. നിങ്ങൾ എല്ലാവരും, ആദിത് അതുപോലെ നിഹാരിക യെസ് കറക്റ്റ് ആയിട്ടാണ് ചെയ്തത്. ജോബൽ യെസ് കറക്റ്റ് ആണ്. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നമുക്ക് ഇനി അടുത്ത
ക്ലാസിഫിക്കേഷനിലേക്ക് പോകാം. യെസ്, ക്ലാസിഫിക്കേഷൻ ഓഫ് നൗൺസ് ആണ് നമ്മൾ അടുത്തത് നോക്കുന്നത്. യെസ്, ടൈപ്പ് ഓഫ് നൗൺസ്. നൗണിന് നമ്മൾ 5 ടൈപ്പാണ് പഠിക്കാൻ പോകുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞു നെയിമിംഗ് വേർഡ്സ് ആണ്. ഇനി ഓരോ നെയിം അനുസരിച്ച് നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അതിന്റെ ഡിഫറെന്റ് ടൈപ്സ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ആദ്യത്തേത് പ്രോപ്പർ നൗൺ. പ്രോപ്പർ നൗൺ, ഫസ്റ്റ് വൺ പ്രോപ്പർ നൗൺ. പ്രോപ്പർ നൗൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ആരുടെയെങ്കിലും ഒരു പേര് അല്ലെങ്കിൽ ആരെങ്കിലും, ഇപ്പൊ ആളുകളെ ആയിക്കോട്ടെ, വസ്തുക്കളെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒബ്ജക്ട്സ് ആയിക്കോട്ടെ, ഇത് നമ്മൾ പ്രോപ്പർ ആയിട്ട് അല്ലെങ്കിൽ സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട്. ഇപ്പൊ ഞാൻ വെറുതെ സ്റ്റുഡന്റ് എന്നല്ല പറയുന്നത്. ഞാൻ പറയാണ്, ഇപ്പൊ ഞാൻ സ്റ്റുഡന്റ് എന്ന് പറയാതെ നിഹാരിക എന്ന് പറയുവാണ്, അല്ലെങ്കിൽ ജോബൽ എന്ന് പറയുവാണ്, അല്ലെങ്കിൽ ആദിത് എന്ന് പറയുവാണ്. ഓക്കെ, അങ്ങനെ കറക്റ്റ് ആയിട്ട് ഒരാളുടെ പേര് അല്ലെങ്കിൽ ഒരു സ്ഥലത്തിന്റെ പേര് വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ അതിനാണ് പ്രോപ്പർ നൗൺ എന്ന് പറയുന്നത്. പ്രോപ്പർ നൗൺ. ഓക്കെ, ഒരാളുടെ അല്ലെങ്കിൽ ഒരു വസ്തുവിന്റെ അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു സ്ഥലത്തിന്റെയൊക്കെ പേര് അതേപോലെ പറയുകയാണെങ്കിൽ അവിടെ അത് പ്രോപ്പർ നൗൺ ആണ്. ഇപ്പൊ വെറുതെ സ്റ്റുഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഞാൻ ആരെയും സ്പെസിഫൈ ചെയ്യുന്നില്ല. ഇറ്റ് ക്യാൻ ബി എനി സ്റ്റുഡന്റ്, ഏത് സ്റ്റുഡന്റ് വേണമെങ്കിലും ആകാം, അല്ലെ? വെറുതെ ഞാനിപ്പോ സ്റ്റുഡന്റ് എന്ന് മാത്രം പറയുകയാണെങ്കിൽ അത് ഏത് സ്റ്റുഡന്റ് വേണമെങ്കിലും ആകും. പക്ഷെ ഇവിടെ വെറുതെ സ്റ്റുഡന്റ് എന്നല്ല ഞാൻ പറയുന്നത്, പിന്നെയോ ഏത് സ്റ്റുഡന്റ് ആണ് എന്ന് മാത്രമാണ് പറയുന്നത്. ഓക്കെ, സ്പെസിഫൈ ചെയ്ത് പറയുവാണ്. ഐ ആം ടോക്കിംഗ് അബൌട്ട് ഇൻ എ സ്റ്റുഡന്റ് എന്ന് പറയുവാണ്. ഇന്നൊരു സ്റ്റുഡന്റിനെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത് എന്നാണ് അവിടെ ക്ലിയർ ആയിട്ട് പറയുന്നത്. ഓക്കെ, യെസ്. അടുത്തത് നമുക്ക് നോക്കാം. സ്റ്റുഡന്റ്, ദെൻ പീപ്പിൾ, പ്ലേസസ്, തിങ്സ്, ഇതെല്ലാം സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ടെങ്കിൽ അവിടെയാണ് സ്പെസിഫൈ ചെയ്ത് പറയുക. അത് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് കേട്ടോ. വെറുതെ പറഞ്ഞു പോവുകയല്ല, നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിനാണ് പ്രോപ്പർ നൗൺ എന്ന് പറയുന്നത്. ആൻഡ് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാല് ഏത് പ്രോപ്പർ നൗൺ എടുത്താലും അതെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും. നമ്മുടെ പേരെല്ലാം പ്രോപ്പർ നൗൺ ആണ് കേട്ടോ. നമ്മുടെ പേര് നമ്മളൊരു സെന്റൻസിൽ എഴുതുമ്പോൾ ഒരു ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കും എഴുതുക. ഓക്കെ, അപ്പൊ പ്രോപ്പർ നൗണിന്റെ ഒരു പ്രത്യേകതയാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കും. ഇത് സെന്റൻസിൽ എവിടെ വന്നാലും സാധാരണ നമ്മൾ പറയും ഒരു സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ വേണമെന്ന് പറയും. പക്ഷേ അത് ഓക്കെ, പക്ഷെ നമ്മൾ ഒരു സെന്റൻസ് എവിടെ യൂസ് ചെയ്താലും, ഓക്കെ, ഒരു സെന്റൻസിൽ ഈ പ്രോപ്പർ നൗണ് എവിടെ യൂസ് ചെയ്താലും അത് ക്യാപിറ്റൽ ലെറ്റർ തന്നെയായിരിക്കും. താജ്മഹൽ പ്രോപ്പർ നൗൺ. ഞാൻ ഏതെങ്കിലും ഒരു ബിൽഡിങ്ങിനെ പറ്റിയിട്ടല്ല പറയുന്നത്. ഹിയർ ഐ ആം ടോക്കിംഗ് അബൌട്ട് താജ്മഹൽ. താജ്മഹലിനെ പറ്റിയിട്ടാണ് പറയുന്നത്. സോ അത് വെറുതെ ഒരു ബിൽഡിംഗ് അല്ല. കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് ഞാൻ പറയാണ്, ഐ ആം ടോക്കിംഗ് അബൌട്ട് താജ്മഹൽ. ഓക്കെ, അത് പ്രോപ്പർ നൗണിന് എക്സാമ്പിൾ ആണ്, അല്ലേ? യെസ്, സോ ദാറ്റ് ഇസ് പ്രോപ്പർ നൗൺ. ഓക്കെ അല്ലേ? ഇപ്പൊ പ്രോപ്പർ നൗൺ മൺഡേ, ഏതെങ്കിലും ഒരു ഡേയെ പറ്റിയല്ല പറയുന്നത്, ഞാൻ ക്ലിയർ ആയിട്ട് സ്പെസിഫൈ ചെയ്ത് പറയുവാണ്. ഐ ആം ടോക്കിംഗ് അബൌട്ട് മൺഡേ എന്നത്. സോ ഏതെങ്കിലും ഒരു ഡേ അല്ല, ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് എനി ഡേ, ഇറ്റ്സ് മൺഡേ. ഓക്കെ, മൺഡേ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പൊ ആ ഒരു രീതിയിൽ വേണം നമ്മൾ ഇതെല്ലാം കണ്ടുപിടിക്കാൻ. എങ്ങനെയാണ് നൗൺ വരുന്നത്, ഇതെല്ലാം നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ വേയിൽ വേണം. പ്രോപ്പർ ആയിട്ട് ഉണ്ടോ? പ്രിയ, ഏതെങ്കിലും ഒരു ആളെ പറ്റിയിട്ടല്ല. ഹിയർ ഐ ആം ടോക്കിംഗ് അബൌട്ട് പ്രിയ. പ്രിയയെ പറ്റിയിട്ടാണ് പറയുന്നത്, അല്ലെ? വെറുതെ ഒരാളല്ല, ഇറ്റ്സ് പ്രിയ. പ്രിയയെ പറ്റിയിട്ട് പറയുന്നു. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇന്ത്യ, വെറുതെ ഒരു കൺട്രിയെ പറ്റിയല്ല, പ്രോപ്പർ ആയിട്ട് ഞാൻ പറയുവാണ്, ഇറ്റ്സ് ഇന്ത്യ. ഇന്ത്യ എന്നൊരു കൺട്രിയെ പറ്റിയിട്ടാണ് പറയുന്നത്. ആ ഒരു പ്രോപ്പർ ആയിട്ട് അവിടെ മെൻഷൻ ചെയ്യുകയാണ്. ആണല്ലോ? ഓക്കെ, സോ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ, നമ്മുടെ ക്ലാസിഫിക്കേഷനിൽ ആദ്യത്തേതാണ് നമ്മൾ കണ്ടത്, ദാറ്റ് ഇസ് പ്രോപ്പർ നൗൺ. ഓക്കെ, ആൻഡ് ഇവിടെ നമ്മൾ സ്പെസിഫൈ ചെയ്ത് പഠിച്ചു. ഇനി നമ്മൾ നോക്കുന്നത് സ്പെസിഫൈ ചെയ്യുന്നില്ല, കോമൺ ആയിട്ട് പറയുവാണ്. ആൻഡ് ദാറ്റ് ഇസ് കോമൺ നൗൺ. നമ്മൾ ആരെയും സ്പെസിഫൈ ചെയ്യാതെ ജനറൽ ആയിട്ട് അല്ലെങ്കിൽ കോമൺ ആയിട്ട് പറയുന്നതിനാണ് കോമൺ നൗൺ എന്ന് പറയുന്നത്. അവിടെ ആരെയും സ്പെസിഫൈ ചെയ്യുന്നില്ല, ഇന്നൊരു വ്യക്തി എന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറയുന്നില്ല.
ഓക്കെ, ഇന്ന ആളെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നതെന്ന് വ്യക്തമായിട്ടോ അല്ലെങ്കിൽ സ്പെസിഫൈ ചെയ്തോ പറയുന്നില്ല. അതിനാണ്, അല്ലെങ്കിൽ കോമൺ ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിനെ വിശേഷിപ്പിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു ടേമിനാണ് നമ്മൾ എന്ത് പറയുന്നത്, കോമൺ നൗൺ എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ ആരുടെയും പേര് പറയാതെ ജനറൽ ആയിട്ട് പറയുവാണ്, സ്റ്റുഡൻസ്. ഏത് സ്റ്റുഡന്റ് വേണേലും ആകാം. ഇന്നൊരു സ്റ്റുഡന്റ് നമുക്ക് പറയാൻ പറ്റുമോ? ഏത് സ്റ്റുഡന്റ് വേണേലും ആകാം. ഞാൻ വെറുതെ സ്റ്റുഡന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി എനി സ്റ്റുഡന്റ്. നമ്മുടെ ക്ലാസ്സിലുള്ള ഏത് സ്റ്റുഡന്റ് വേണമെങ്കിലും ആകാലോ. അപ്പൊ അതിനാണ് നമ്മൾ കോമൺ നൗൺ എന്ന് പറയുന്നത്. ഇറ്റ്സ് കോമൺ നൗൺ. ഓക്കെ, അതാണ് നമ്മുടെ കോമൺ നൗൺ. ഓക്കെ അല്ലേ? കോമൺ നൗൺ ക്ലിയർ അല്ലേ? ഓക്കെ, ദാ നമുക്ക് നോക്കാം. അടുത്ത ജനറൽ നെയിംസ് ഫോർ പീപ്പിൾ, പ്ലേസസ് ഓർ തിങ്സ്. എന്തിന്റെയെങ്കിലും ജനറൽ ആയിട്ടുള്ള പേരിനാണ് നമ്മൾ കോമൺ നൗൺ എന്ന് പറയുന്നത്. ആൻഡ് പ്രോപ്പർ നൗൺ പോലെ ഇത് നമുക്ക് ക്യാപിറ്റൽ ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. കോമൺ നൗൺ ആയിരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു അത് ക്യാപിറ്റൽ ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇവിടെ ക്യാപിറ്റൽ ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഓക്കെ, ക്യാപിറ്റൽ ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യാം, പക്ഷെ സ്റ്റാർട്ട് ചെയ്യണമെന്നില്ല. ഇത് ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ വേണമെന്ന് നിർബന്ധമില്ല. പക്ഷെ പ്രോപ്പർ നൗൺസ് എല്ലാം ക്യാപിറ്റൽ ലെറ്ററിലേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അത് പ്രോപ്പർ നൗണിന്റെ പ്രത്യേകതയാണ്. പ്രോപ്പർ നൗൺ ആണെങ്കിൽ അത് ക്യാപിറ്റൽ ലെറ്ററിൽ മാത്രമേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഓക്കെ അല്ലേ? യെസ്, എക്സാമ്പിൾസ് നോക്കാം. സിറ്റി. ഏത് സിറ്റി എന്ന് പറയുന്നുണ്ടോ അവിടെ? ഏതെങ്കിലും ഒരു സിറ്റി ആകാം അല്ലെ? ക്യാൻ ബി ഫേമസ് സിറ്റി. ഏത് സിറ്റി വേണമെങ്കിലും ആകാം. ഇന്നൊരു പെർട്ടിക്കുലർ സിറ്റി എന്ന് അവിടെ മെൻഷൻ ചെയ്യുന്നില്ല. സോ അത് കോമൺ നൗൺ ആണ്. ഡേ, നേരത്തെ ഞാൻ മൺഡേ എന്ന് പറഞ്ഞു, സ്പെസിഫൈ ചെയ്ത് പറഞ്ഞു. ഇവിടെ മൺഡേ എന്നല്ല, വെറുതെ ഒരു ഡേ. അപ്പൊ ഏത് ഡേ വേണേലും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടേം ആണ് ഡേ എന്ന് പറയുന്നത്. ഏത് ഡേ എന്ന് സ്പെസിഫൈ ചെയ്ത് അവിടെ പറയുന്നില്ല. സോ അതും കോമൺ നൗണിന് എക്സാമ്പിൾ ആണ്. ഗേൾ. ഏത് ഗേൾ എന്ന് പറയുന്നത്? നേരെ മറിച്ച് ഞാൻ പറയാണ് റേച്ചൽ. റേച്ചൽ എന്ന് പറഞ്ഞാൽ അത് പ്രോപ്പർ നൗൺ. പക്ഷെ ഗേൾ എന്ന് മാത്രമേ പറയുന്നുള്ളെങ്കിൽ അതെന്താണ്? ദാറ്റ് ഈസ് കോമൺ നൗൺ. കൺട്രി. നേരത്തെ ഇന്ത്യ എന്ന് പറഞ്ഞു. ഇവിടെ ഏതെങ്കിലും കൺട്രിയുടെ പേര് പറയുന്നുണ്ടോ? ഇല്ല, സ്പെസിഫൈ ചെയ്യുന്നില്ല. ജസ്റ്റ് നമ്മള് കൺട്രി എന്ന് പറയാണ്. സോ ഇറ്റ് ക്യാൻ ബി എനി കൺട്രി. ഓക്കെ, ഏത് കൺട്രി വേണമെങ്കിലും ആകാം. ഓക്കെ, യെസ്, നമുക്ക് നോക്കാം. അപ്പോ നമ്മുടെ കോമൺ നൗൺസ് ക്ലിയർ അല്ലേ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? കോമൺ നൗണിനെ ബേസ് ചെയ്തിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? എളുപ്പമാണ്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഇതിനകത്തുള്ളൂ. അപ്പൊ അത് കുറച്ചുകൂടി ഈസിയാണ് കേട്ടോ. നമുക്ക് അടുത്ത് കാണാം. ദാറ്റ് ഇസ് കളക്റ്റീവ് നൗൺ. കളക്റ്റീവ് നൗൺ. സോ വാട്ട് ഈസ് എ കളക്റ്റീവ് നൗൺ? കളക്റ്റീവ് നൗൺ നമ്മുടെ മൂന്നാമത്തേതാണ്. ആദ്യത്തെ നമ്മൾ കണ്ടു പ്രോപ്പർ നൗൺ, രണ്ടാമത്തെ കോമൺ നൗൺ, ആൻഡ് തേർഡ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് കളക്റ്റീവ് നൗൺ. കളക്റ്റീവ് നൗൺ. എന്താണ് കളക്റ്റീവ് നൗൺ? പേരിൽ തന്നെ ഉണ്ട് കളക്റ്റീവ്. ഒരു കളക്ഷൻ ആണ്. കളക്ഷൻ ഓഫ് തിങ്സ് അല്ലെങ്കിൽ കളക്ഷൻ എന്ന് പറയും. ഓക്കെ, കളക്റ്റീവ് നൗൺ എന്ന് പറയാൻ ഒരു കളക്ഷൻ ആണ്, ഒരു കളക്ഷൻ ആണെന്ന് നമ്മൾ പറയും. കളക്റ്റീവ്. ഓക്കെ, ഇനി എന്തിന്റെയൊക്കെ കളക്ഷൻ ആണ്? കളക്റ്റീവ് നൗൺ എന്ന് പറഞ്ഞാൽ എന്തിന്റെ കളക്ഷൻ? അല്ലെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കുന്നത് നമ്മൾ ഈ പറഞ്ഞ ആളുകളുടെ പേരെന്ന് പറഞ്ഞു, വസ്തുക്കളുടെ പേരെന്ന് പറഞ്ഞു, ഒബ്ജക്ട്സിന്റെ പേരെന്ന് പറഞ്ഞു, അതെല്ലാം ഗ്രൂപ്പ് ആയിട്ട് വരുമ്പോൾ അതിന് നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്. അതിനാണ് കളക്റ്റീവ് നൗൺ എന്ന് പറഞ്ഞത്. അതായത് ഗ്രൂപ്പ് ആയിരിക്കും. ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ആനിമൽസ്, ഗ്രൂപ്പ് ഓഫ് തിങ്സ്. ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ രണ്ടിൽ കൂടുതലുള്ളതെല്ലാം നമ്മൾ ഗ്രൂപ്പ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. മോർ ദാൻ 2. ഓക്കെ, രണ്ടിൽ കൂടുതലുണ്ട്, ഒരാളോ രണ്ടു പേരോ ഉണ്ടെങ്കിൽ അത് എന്താവില്ല? ഗ്രൂപ്പ് ആവില്ല. ഓക്കെ, ഒരാളെ ഉള്ളത് ഗ്രൂപ്പ് ആണോ? അല്ല, അത് ഗ്രൂപ്പ് ആവില്ല. പക്ഷേ രണ്ടിൽ കൂടുതൽ ഉണ്ടെങ്കിൽ അത് ഗ്രൂപ്പാണ്. അതിനാണ് നമ്മൾ കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നത്. രണ്ടിൽ കൂടുതൽ ഉണ്ടെങ്കിൽ അത് ഗ്രൂപ്പാണ്. ആൻഡ് ദാറ്റ്സ് കളക്റ്റീവ് നൗൺ.
ഗ്രൂപ്പ് പല ടൈപ്പ് ആയിട്ട് നമുക്ക് ഗ്രൂപ്പ് എടുക്കാം. കളക്റ്റീവ് നൗണിന് തന്നെ നമുക്കൊരു ചെറിയൊരു സെഷൻ വെക്കാം, കംപ്ലീറ്റ് ആയിട്ടുള്ള അത് സെഷൻ വെക്കാം. ഇപ്പൊ ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി, കാരണം കളക്റ്റീവ് നൗൺ പേരും ഒക്കെ പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. നമുക്കത് മൊത്തത്തിലൊന്ന് പിന്നീടാണെങ്കിലും യൂസ്ഫുൾ ആണ്. അപ്പൊ അത് ഞാൻ ഓരോന്നിന്റെയും കളക്റ്റീവ് ഇങ്ങനെയാണെന്ന് പറയാം. ഇപ്പൊ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. കള്ളന്മാരുടെ ഗ്രൂപ്പിന് തീവ്സിന്റെ ഗ്രൂപ്പിന് നമ്മൾ എന്താ പറയുന്നത്? ഗ്യാങ് എന്ന് പറയും. ഗ്യാങ്. അതുപോലെ ഉണ്ടല്ലോ, ഈ പള്ളിയിലൊക്കെ പാട്ട് പാടില്ലേ, എന്താ പറയുന്ന ഒരു ഗ്രൂപ്പ്? കൊയർ എന്നാണ് പറയാം അല്ലെ? സിംഗേഴ്സിന്റെ ഗ്രൂപ്പിന് നമ്മൾ കൊയർ എന്നാണ് പറയുന്നത്. പള്ളിയിലൊക്കെ പാട്ടൊക്കെ പാടുന്ന ചേച്ചിമാരെയും ചേട്ടന്മാരെയും കണ്ടിട്ടില്ലേ? അത് നമ്മൾ കൊയർ എന്നാണ് പറയാം. കൊയർ. കൊയർ ഓഫ് സിംഗേഴ്സ് എന്നാണ് പറയുന്നത്. സിംഗേഴ്സിന്റെ ഗ്രൂപ്പ്, ദാറ്റ് ഇസ് കൊയർ. ഓക്കെ, സിംഗേഴ്സിന്റെ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ അതിന് കൊയർ എന്ന് പറയും. ഇനി പാട്ടുകാരുടെ ഗ്രൂപ്പിന് മ്യൂസീഷ്യൻസ്, ഗ്രൂപ്പ് ഓഫ് മ്യൂസീഷ്യൻസ് നമ്മൾ പറയും. അതിന് ഗ്രൂപ്പ് എന്ന് തന്നെ നമുക്ക് പറയാം, അല്ലെങ്കിൽ ബാൻഡ് ഓഫ് മ്യൂസീഷ്യൻസ് എന്ന് നമുക്ക് പറയാം. ബാൻഡ് ഓഫ് മ്യൂസീഷ്യൻസ്. ഓക്കെ, സോ ബേർഡ്സിന്റെ ഗ്രൂപ്പിന് നമുക്ക് ഫ്ലോക്ക് എന്ന് പറയാം. ഫ്ലോക്ക് ഓഫ് ബേർഡ്സ്, ഫ്ലോക്ക് ഓഫ് ബേർഡ്സ്. ബഞ്ച്, ട്രീസിന്റെ ഗ്രൂപ്പിന് ബഞ്ച് എന്ന് പറയും. ഫ്ലവേഴ്സിന്റെ ഗ്രൂപ്പിന് ബഞ്ച് എന്ന് പറയും. അതുപോലെ ബനാനാസിന്റെ ഗ്രൂപ്പിന് ബഞ്ച് എന്ന് പറയും. അതുപോലെ ഗ്രേപ്സിന്റെ ഗ്രൂപ്പിന് ബഞ്ച് ഓഫ് ഗ്രേപ്സ്, അതിന് നമ്മൾ ബഞ്ച് എന്ന് പറയും. ബൊക്കെ, ഫ്ലവേഴ്സിന് നമ്മൾ ബഞ്ച് എന്ന് പറയും. അതുപോലെ ബൊക്കെ ഓഫ് ഫ്ലവേഴ്സും ബഞ്ച് ഓഫ് ഫ്ലവേഴ്സും. ഇങ്ങനെ ഗ്രൂപ്പ് ആയിട്ട് എന്തെങ്കിലും ഒബ്ജക്ട്സ് വന്നാൽ ആ ഗ്രൂപ്പിനെ നമ്മൾ വിളിക്കുന്ന പേര് കളക്റ്റീവ് നൗൺ ആയിട്ട് നമ്മൾ എടുക്കും. ഓക്കെ, ഇനി ലയന്റെ ഗ്രൂപ്പിന് എന്താ പറയാ? ലയന്റെ ഗ്രൂപ്പിന് പ്രൈഡ് എന്ന് പറയും. പ്രൈഡ് ഓഫ് ലയൺസ് എന്നാണ് പറയാം. ഓക്കെ, ഇനി ഡോഗിന്റെ ഗ്രൂപ്പ് ആണെങ്കിൽ പാക്ക് ഓഫ് ഡോഗ്സ് അല്ലെങ്കിൽ പാക്ക് ഓഫ് വൂൾസ് എന്നൊക്കെ പറയും. ഈ പാക്ക് പറയുന്ന വേറൊരെണ്ണം കൂടെ ഉണ്ടല്ലോ, കാർഡ്സ് ഇല്ലേ, നമ്മുടെ പ്ലേയിങ് കാർഡ്സ്, ചീട്ട് കളിക്കില്ലേ, അതിന് നമ്മള് കാർഡ്സിന് നമ്മളും എന്ത് പറയും? കാർഡ്സിന് നമ്മൾ പറയുന്നത് ഡെക്ക് ഓഫ് കാർഡ്സ് അല്ലെങ്കിൽ പാക്ക് ഓഫ് കാർഡ്സ് എന്ന് പറയും. ഡെക്ക് അല്ലെങ്കിൽ പാക്ക്, രണ്ടും ഒരേപോലെ യൂസ് ചെയ്യുന്ന ടേം ആണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോ അതും ഒന്ന് ഓർത്ത് വെക്കുക. ഗ്രൂപ്പ് ആണെങ്കിൽ അതിന് നമ്മൾ പറയുന്നതാണ് കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നത്. ഈ പറയുന്ന നൗൺ ഒക്കെ ഗ്രൂപ്പ് ആയിട്ട് വന്നു, അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഇത് ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്യാൻ തയ്യാറാണ്. നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ആയാൽ മതി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? യെസ്, ആദിത് കറക്റ്റ് ആണ്. ആദിത്, യെസ്. നിഹാരിക, ജോബൽ, ക്ലിയർ അല്ലേ? ഓക്കെ, യെസ്. സോ 3 ടൈപ്പ് നമ്മൾ കണ്ടു. 4ാമത്തെ നോക്കാം. ഓക്കെ, ഫോർത്ത് ടൈപ്പ്. 4ാമത്തേത് അബ്സ്ട്രാക്ട് നൗൺ. നമ്മൾ നേരത്തെ കണ്ടില്ലേ, നമ്മളെ നൗൺ പഠിച്ചപ്പോൾ 5ാമത്തെ കാറ്റഗറി ആയിട്ട് നമ്മൾ പറഞ്ഞു ക്വാളിറ്റി, ഐഡിയ, ഫീലിങ്സ് ഒക്കെ പറഞ്ഞു. ആ സെയിം സാധനമാണ് അബ്സ്ട്രാക്ട് നൗൺ. അതിന്റെ പേരാണ് അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറഞ്ഞത്. അതിന്റെ ജസ്റ്റ് പേരായിട്ട് നമ്മൾ പറയുന്നേ ഉള്ളൂ അബ്സ്ട്രാക്ട് നൗൺ. ആ സെയിം സംഭവമാണ്. ഓക്കെ, അതായത് നമ്മൾ ആളെ പറ്റി അല്ലെങ്കിൽ ഒരാളുടെ ക്വാളിറ്റി പറയുന്നു, അല്ലെങ്കിൽ അവരെ പറ്റി നമ്മൾ പറയുന്നു, ഒരാളുടെ ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു ആളുടെ ക്വാളിറ്റി, അല്ലെങ്കിൽ അവരുടെ അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന ഒരു ഫീലിംഗ്, അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന ഒരു ഐഡിയ, ഇതിനൊക്കെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇതിനൊക്കെയാണ് നമ്മൾ അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയുന്നത്. ഇത് നമുക്ക് കാണാനോ അല്ലെങ്കിൽ ടച്ച് ചെയ്യാനോ ഒന്നും പറ്റില്ല. നമുക്കതിനെ കേൾക്കാൻ പറ്റുമോ? ഇല്ല. ടേസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഫീൽ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഈ 5 സെൻസസ് വെച്ചിട്ട് നമുക്ക് കാണാനോ കേൾക്കാനോ അല്ലെങ്കിൽ അതിനെ ഫീൽ ചെയ്യാനായിട്ട് പറ്റില്ല. അങ്ങനത്തെ കാര്യങ്ങൾക്കാണ് നമ്മൾ അബ്സ്ട്രാക്ട് നൗൺസ് എന്ന് പറയുന്നത്. അബ്സ്ട്രാക്ട് ആയിട്ടുള്ള ക്വാളിറ്റീസ് ആയിരിക്കും അത്. അബ്സ്ട്രാക്ട് ആയിട്ട് നിൽക്കും. ഓക്കെ, സോ അബ്സ്ട്രാക്ട് നൗൺസ് എളുപ്പമാണ് കേട്ടോ. നമുക്ക് നോക്കാം ബ്രേവറി. ഈ ബ്രേവറി എന്ന് പറയുന്ന കാര്യം നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റുമോ? നമുക്ക് കയ്യിലെടുക്കാൻ പറ്റുമോ? ഇല്ല, ബ്രേവറി കയ്യിലെടുക്കാൻ പറ്റില്ല. ശരിയാണല്ലേ? യെസ്, ബ്രേവറി എന്ന് പറയുന്ന കാര്യം നമുക്കത് കയ്യിലെടുക്കാനോ അല്ലെങ്കിൽ ഫീൽ ചെയ്യാനോ ഒന്നും പറ്റില്ല. ഓക്കെ, സോ ബ്രേവറി എന്ന് പറയുന്നത് അബ്സ്ട്രാക്ട് നൗൺ എക്സാമ്പിൾ ആണ്. അഗെയിൻ ഓണസ്റ്റി, എടുക്കാൻ പറ്റുമോ കയ്യില്? ഇല്ല.
ചൈൽഡ്ഹുഡ്. നമുക്കൊരു ഷോപ്പിൽ ചെന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുമോ? നമ്മളൊരു ഷോപ്പിൽ ചെന്നിട്ട് നമ്മൾ ഏത് ഷോപ്പിൽ ചെന്നാലും നമുക്കത് പർച്ചേസ് ചെയ്യാൻ പറ്റില്ല അല്ലേ? ഒരു ഷോപ്പിൽ ചെന്നിട്ട് പറയാണ് ചേട്ടാ എനിക്കൊരു 1 കിലോ ബ്രേവറി വേണം, കിട്ടുമോ? ഇല്ല. അങ്ങനെ അല്ലെങ്കിൽ ഓണസ്റ്റി വേണം, ഷോപ്പിംഗ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ? അല്ല. അപ്പോ ഇങ്ങനെ ക്വാളിറ്റീസ് വരുന്നു. അതുപോലെ ചൈൽഡ്ഹുഡ്, നമുക്കൊരു ഷോപ്പിൽ ചെന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുമോ ചൈൽഡ്ഹുഡ്? ഞാൻ ഇപ്പോൾ ഒരു ഷോപ്പിൽ ചെന്നിട്ട് പറയാണ് ചേട്ടാ എനിക്ക് 2 കിലോ ചൈൽഡ്ഹുഡ് വേണം, കിട്ടുമോ എനിക്ക്? ഇല്ല. ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞാൽ ഓടിക്കും അല്ലേ? അപ്പോ ഇങ്ങനത്തെ കാര്യങ്ങൾ, അതായത് ഒരു ഐഡിയ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഫീലിംഗ് ആയിരിക്കാം, ക്വാളിറ്റി ആയിരിക്കാം, സ്റ്റേറ്റ് ആയിരിക്കാം, ഇതിനൊക്കെയാണ് അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു അബ്സ്ട്രാക്ട് നൗണിന്റെ എക്സാമ്പിൾ നിങ്ങളായിട്ടൊന്ന് പറയൂ. ചാറ്റിലിട്ടാൽ മതി. നമ്മുടെ ചാറ്റ് ബോക്സിൽ അബ്സ്ട്രാക്ട് നൗണിന്റെ ഓക്കെ ആദ്യത്തെ പോവാണ് അല്ലേ? ഓക്കെ, യെസ്, ഒരു പ്രശ്നമില്ല, നമുക്ക് റെക്കോർഡഡ് ക്ലാസ് കാണുക. ഓക്കെ, യെസ്, ഒരു അബ്സ്ട്രാക്ട് നൗണിന്റെ, ബാക്കിയുള്ളവർ ഒരു അബ്സ്ട്രാക്ട് നൗണിന്റെ പേരൊന്ന് പറയൂ. ഏതെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്ന ഒരു അബ്സ്ട്രാക്ട് നൗണിന്റെ പേര്. യെസ്, അബ്സ്ട്രാക്ട് നൗൺ എന്താണെന്ന് പറയാലോ നിഹാരിക? യെസ്, പറയാം കേട്ടോ. അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറഞ്ഞാൽ നമുക്കത് കാണാനോ കേൾക്കാനോ അല്ലെങ്കിൽ ഫീൽ ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷേ നമുക്ക് ഈ അബ്സ്ട്രാക്ട് നൗണിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാനോ കേൾക്കാനോ പറ്റില്ല. പക്ഷെ അങ്ങനെ ഒരു കാര്യമുണ്ട്. ഇപ്പൊ ഞാൻ പറയാണ് ആ കുട്ടി വളരെ പങ്ക്ച്വൽ ആണ്. ഈ പങ്ക്ച്വാലിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റുമോ? നമുക്കൊരു ഷോപ്പിൽ ചെന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോ ഇങ്ങനെ നമുക്ക് തോന്നുന്ന ഒരു ഐഡിയ, അല്ലെങ്കിൽ നമ്മൾ ഒരാളെ പറ്റി പറയുന്ന ഒരു ക്വാളിറ്റി, ഇതിനൊക്കെയാണ് അബ്സ്ട്രാക്ട് നൗൺ എന്ന് നമ്മൾ പറയുന്നത്. ഒരാളെ പറ്റി നമ്മൾ പറയുന്ന, അല്ല ഒരാളെ വിശേഷിപ്പിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു ടേം, അല്ലെങ്കിൽ ഒരാളുടെ ക്വാളിറ്റി, അല്ലെങ്കിൽ നമുക്ക് തോന്നുന്ന ഫീലിംഗ്. ഇപ്പൊ ഞാൻ പറയാണ് അവൻ വളരെ വെൽത്തി ആണ്, അവൻ വളരെ വെൽത്തി ആണ്. ഈ വെൽത്ത് എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റില്ല. അല്ലെ ഞാൻ പറയാണ് എനിക്ക് ലക്ഷറി ഭയങ്കര ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആണ്. കംഫർട്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് ഫീൽ, നമുക്ക് പറയാം കംഫർട്ടബിൾ ആണ്, എന്നാ എനിക്ക് എന്റെ കംഫർട്ട് നിനക്ക് എടുത്ത് തരാൻ പറ്റുമോ? അല്ലെങ്കിൽ നീ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് എനിക്ക് തരാൻ പറ്റുമോ? ഇല്ല. അല്ലെങ്കിൽ എനിക്ക് വേറൊരാൾക്ക് തരാൻ പറ്റുമോ? ഇല്ല. സോ അങ്ങനത്തെ ഫീലിങ്സ്, ഐഡിയാസ്, ക്വാളിറ്റീസ്, സ്റ്റേറ്റ്സ്, ഇതിനൊക്കെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അബ്സ്ട്രാക്ട് നൗൺസ് എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ അബ്സ്ട്രാക്ട് നൗൺസ്. ഓക്കെ, ഇതിനാണ് നമ്മൾ അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇപ്പൊ ക്ലിയർ ആണോ? യെസ്, കറക്റ്റ് ആണ്. ഹാപ്പിനെസ് എന്ന് പറയുന്നത്, സോഫ്റ്റ്നെസ്, യെസ്, സോഫ്റ്റ്നെസ് എന്ന് പറയുന്നത് ഒക്കെ എന്താണ്? അബ്സ്ട്രാക്ട് നൗൺ എക്സാമ്പിൾ ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്, കറക്റ്റ് ആണ് കേട്ടോ. അത് രണ്ടും അബ്സ്ട്രാക്ട് നൗണിന് എക്സാമ്പിൾസ് ആണ്. വെരി ഗുഡ്. ഓക്കെ, യെസ്, നമുക്ക് അടുത്ത നോക്കാം. മെറ്റീരിയൽ നൗൺ. ഓക്കെ, മെറ്റീരിയൽ നൗൺ. നമുക്ക് മെറ്റീരിയൽ നൗൺ നോക്കാം. സോ മെറ്റീരിയൽ നൗൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ആർ മെറ്റീരിയൽ നൗൺസ്? മെറ്റീരിയൽ നൗൺസ് എന്ന് പറഞ്ഞാൽ, അതായത് മെറ്റീരിയൽ, പേരിൽ തന്നെയുണ്ട്. നമ്മളെല്ലാം ഇപ്പൊ പഠിച്ചത് ആ പേരിൽ തന്നെയുണ്ട്. ഇന്ന നൗൺ ആണ് എന്നാ പേരിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. ഓക്കെ, സോ വാട്ട് ആർ മെറ്റീരിയൽ നൗൺസ്? മെറ്റീരിയൽ നൗൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെറ്റീരിയൽ നൗൺസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു പുതിയ വസ്തു ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽസ്, റോ മെറ്റീരിയൽസ്, അല്ലെങ്കിൽ അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ്, അതല്ലെങ്കിൽ അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസസ്. അപ്പോ ഈ മെറ്റീരിയൽ നൗൺ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇത് വെച്ചൊരു പുതിയ വസ്തു നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, അല്ലെ എന്തെങ്കിലും ഒരു കാര്യം മേക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ എന്തെങ്കിലും ഒരു പുതിയ വസ്തു ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന റോ മെറ്റീരിയൽസ്, അല്ലെങ്കിൽ ഇൻഗ്രീഡിയൻസ്, അതുമല്ലെങ്കിൽ സബ്സ്റ്റൻസസ്, അതിനാണ് മെറ്റീരിയൽ നൗൺസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ നോക്കിക്കേ, ഗോൾഡ് വെച്ചിട്ട് നമുക്ക് മാല, കമ്മൽ, ഇതൊക്കെ ഉണ്ടാക്കാൻ മേലേ അല്ലേ? അതുപോലെ വുഡ് വെച്ചിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് അല്ലേ? സോ വുഡ്. പിന്നെ പ്ലാസ്റ്റിക്, ഇതൊക്കെ വെച്ച് പുതിയൊരു കാര്യം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കോട്ടൺ,
ഞാൻ പറയാണ് റബ്ബർ, അയൺ, ജൂട്ട്. ഇതൊക്കെ എന്താണ്? ഇതെല്ലാം നമ്മുടെ മെറ്റീരിയൽ നൗൺസിന് എക്സാമ്പിൾസ് ആണ്. അല്ലെ, ഈ കൊടുത്തിരിക്കുന്ന എല്ലാം മെറ്റീരിയൽ നൗൺസിന്റെ എക്സാമ്പിൾസ് ആണ്. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ മെറ്റീരിയൽ നൗൺസ് എന്ന് പറഞ്ഞാൽ ഇത് വെച്ച് നമുക്കൊരു പുതിയ വേർഡ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ക്ലാസിഫൈ ദ നൗൺസ്. Categorize the underlying nouns into proper, common, collective, abstract. ഈ 4 എണ്ണമായിട്ട് ഇവിടെ അപ്പൊ നമുക്ക് മെറ്റീരിയൽ നൗൺ ഇല്ല. ഈ 4 എണ്ണമായിട്ട് ഇതിനെ ക്ലാസിഫൈ, അതായത് ഓരോന്നും ഏത് നൗൺ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ടുള്ള ഒരു എളുപ്പമുള്ള ഒരു ബെസ്റ്റ് ആണ് ഇത്. ഓക്കെ, നോക്കിക്കേ. ആദ്യത്തേത് ദ ആർമി മാർച്ച്ഡ് ബ്രേവ്ലി. ആർമി എന്ന് പറയുന്നത് എന്ത് നൗണാണ്? ആർമി. ആർമി എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് അല്ലേ? അപ്പൊ എന്ത് വരും? ആർമി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് കളക്റ്റീവ് നൗൺ. ഓക്കെ, ആർമി എന്ന് പറയുന്നത് അതൊരു ഗ്രൂപ്പാണ് ആൻഡ് ദാറ്റ് ഈസ് എ കളക്റ്റീവ് നൗൺ. അതൊരു കളക്റ്റീവ് നൗണിന് എക്സാമ്പിൾ ആണ്. അടുത്ത്, മുംബൈ ഈസ് എ ബിസി സിറ്റി. മുംബൈ ഈസ് എ ബിസി സിറ്റി. മുംബൈ എന്ന് പറയുന്നത് എന്ത് ടൈപ്പ് നൗൺ ആയിരിക്കും? മുംബൈ. യെസ്, മുംബൈ നമ്മൾ പറഞ്ഞു. സോ മുംബൈ എന്ന് പറയുന്നത് എന്ത് ടൈപ്പ് നൗൺ ആയിരിക്കും? മുംബൈ എന്ന് പറയുന്നത് പ്രോപ്പർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ മുംബൈ ഈസ് പ്രോപ്പർ നൗൺ അല്ലേ? സ്പെസിഫൈ ചെയ്ത് ഏതെങ്കിലും ഒരു സ്ഥലം എന്നല്ല പറയുന്നത്, ക്ലിയർ ആയിട്ട് മുംബൈ എന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട്. സോ മുംബൈ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് പ്രോപ്പർ നൗൺ അല്ലേ? പ്രോപ്പർ നൗണിന്റെ എക്സാമ്പിൾ അല്ലേ മുംബൈ? യെസ്. ഓക്കെ, അടുത്തത് നമുക്ക് നോക്കാം. ഹെർ കൈൻഡ്നസ് ഇംപ്രസ്ഡ് എവ്രി വൺ. കൈൻഡ്നസ് എന്ന് പറഞ്ഞാൽ എന്ത് ടൈപ്പ് നൗൺ ആണ്? കൈൻഡ്നസ് കാണാൻ പറ്റുമോ? ഇല്ല. പിന്നെയോ നമുക്കതിനെ ഫീൽ ചെയ്യാൻ പറ്റുമോ? യെസ്. പിന്നെയോ വേറെ എന്തൊക്കെ ക്വാളിറ്റീസ് ആണുള്ളത്? നോക്കിക്കേ. പോരട്ടെ. കൈൻഡ്നസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് an abstract noun. കൈൻഡ്നസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കറക്റ്റ് ആണ് കേട്ടോ. ദാറ്റ് ഈസ് an abstract noun. Again, flock of birds. Flock എന്ന് പറഞ്ഞാൽ എന്ത് ടൈപ്പ് നൗൺ ആണത്? ഫ്ലോക്ക്. ഞാൻ പറയുന്നു ഫ്ലോക്ക് ഓഫ് ബേർഡ്സ് എന്ന് പറഞ്ഞു. ആൻഡ് ഫ്ലോക്ക് എന്ന് പറഞ്ഞാൽ അത് എന്ത് ടൈപ്പ് ആണ്? പോരട്ടെ. ഫ്ലോക്ക് എന്തായിരിക്കും? ഫ്ലോക്ക് എന്ന് പറഞ്ഞാല് യെസ്, കറക്റ്റ് ആണ്. ഇറ്റ് ഈസ് കളക്റ്റീവ് നൗൺ. ആൻഡ് ലാസ്റ്റ് വൺ, ദ ടീച്ചർ ഗേവ് us homework. ടീച്ചർ എന്ന് പറഞ്ഞാൽ എന്ത് ടൈപ്പ് നൗൺ ആണ്? ദ ടീച്ചർ ഗേവ് us homework. What kind of noun it is? ടീച്ചർ എന്ന് പറഞ്ഞാൽ എന്ത് നൗൺ ആണ്? ടീച്ചർ എന്ന് പറഞ്ഞാൽ again that is collective noun. ടീച്ചർ, കളക്റ്റീവ് അല്ല, കോമൺ നൗൺ. അപ്പൊ ഇനി ഒരു നൗണ് ഒരു സെന്റൻസിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് ഏത് ടൈപ്പ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് അറിയാലോ. അത് ഓക്കെ അല്ലേ? അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പൊ നമുക്ക് ഇന്നത്തേക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ അല്ലേ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ? നമുക്ക് നാളെ പഠിക്കാനുള്ളത് നമ്മുടെ നമ്പർ ഓഫ് നൗൺസ് ആണ്. കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് ഒക്കെ നാളത്തേക്ക് സോൾവ് ചെയ്യാം. ഇന്നത്തെ ഹോംവർക്കും എല്ലാം പ്രോപ്പർ ആയിട്ട് ചെയ്യാം. ഓക്കെ അല്ലേ? നൗൺസ് വളരെ എളുപ്പമുള്ള ടോപ്പിക്കാണ് കേട്ടോ. ഗ്രാമറിന്റെ, നമ്മൾ ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കുന്നതിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ നൗൺ എന്ന് പറയുന്നത് കേട്ടോ. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.